ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ എൻ്റെ എൻ്റെ കുഞ്ഞുനാൾ മുതലുള്ള വലിയൊരു ആഗ്രഹത്തിൻ്റെ സഫലീകരണം പോലെ എന്നൊക്കെ പറയാമല്ലോ, അങ്ങനത്തെ ഒരു ആഗ്രഹത്തിന് ഇറങ്ങിത്തിരിക്കുവാണ്. എനിക്ക് ഭയങ്കര കുഞ്ഞിലേ മുതൽ ഭയങ്കര ആഗ്രഹമായിരുന്നു കലാമണ്ഡലം പോകണം, ഭയങ്കര ആഗ്രഹമായിരുന്നു ഡാൻസർ ആവണം എന്നൊക്കെ. ഡാൻസറാണ് ആക്ച്വലി, പക്ഷേ എന്ന് വെച്ചാൽ പോലും എനിക്ക് എന്താ പറയുക, എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഇങ്ങനെ നമ്മൾ പഠിക്കുക, ഡാൻസിന് വേണ്ടി പഠിക്കുക, അതിന് കുറേ മീൻസ് അങ്ങനത്തെ കുറേ കാര്യങ്ങളുള്ള അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് മീൻസ് നമ്മൾ വലിയ കോടീശ്വരനാവണം, ഇത്ര കോടി വേണം അത്ര കോടി വേണം അങ്ങനെ ഇങ്ങനെയൊന്നുമല്ല. നമുക്ക് സാധിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ നമുക്ക് എങ്ങനെയും നമ്മൾ സാധിച്ചെടുക്കാൻ നിൽക്കണം. എങ്ങനെയെന്ന് വെച്ചാൽ ആൾക്കാരെ കൊന്നിട്ടൊന്നുമല്ല കേട്ടോ, ചതിച്ചിട്ടുമല്ല, നമുക്ക് പറ്റണ പോലെ നമുക്കത് ചെയ്തെടുക്കാൻ ശ്രമിക്കണം. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ നമ്മളൊരു മീൻസ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നുള്ളതിനൊരു തെളിവില്ലാണ്ട് ബാക്കി വെച്ചിട്ട് നമ്മൾ മരണപ്പെട്ടു പോയിട്ട് യാതൊരു കാര്യമില്ല. സോ അങ്ങനെ ഒരു പുറപ്പാടിലാണ് ഞാൻ ബാംഗ്ലൂർ പോവാണ്. അപ്പോൾ ഞാൻ കുളിച്ചൊരുങ്ങിയിട്ടൊക്കെ സെറ്റായി പോകുന്നതുകൊണ്ടാണ് നിങ്ങൾ ആ മുന്തിരിക്കുരങ്ങളിൽ ഡാറ്റുന്നൊക്കെ കണ്ടത്. ഞാൻ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് ട്രെയിൻ പിടിച്ച് പാലക്കാട് എറണാകുളം പോവാണ്. എറണാകുളത്താണ് ഉണ്ണിയേട്ടൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഉണ്ണിയേട്ടൻ്റെ കൂടെയാണ് പോകുന്നത്. ഞാൻ പിള്ളേരെ കൊണ്ടുപോകുന്നില്ല, ബിക്കോസ് ഇന്ന് പോയിട്ടുണ്ടെങ്കിൽ നാളെ ഈവനിങ് ഞാൻ തിരിച്ചു വരും. അപ്പോൾ പിള്ളേർക്ക് ഒരു എൻജോയ്മെൻറ്റോ ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് യൂണിവേഴ്സിറ്റി പോകുന്നു, ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു, അത്രേ ഉള്ളൂ. പിള്ളേർ മഴയൊക്കെ അല്ലേ, ആ കലപ്പം പോരാത്തിന് 2 പേർക്കും ലൂസ് മോഷനാണ്. അപ്പോൾ പിന്നെ നമ്മളത് കൊണ്ടുപോയി അവർക്കും ബുദ്ധിമുട്ടാവും. അപ്പോൾ പിന്നെ അത് വേണ്ടാന്ന് വിചാരിച്ചു. വീട്ടിൽ അമ്മയും വല്യമ്മയൊക്കെ വന്നിട്ടുണ്ട്. പിള്ളേരെ അവിടെ സെറ്റാക്കിയിട്ട് ഞാനും ഉണ്ണിയേട്ടൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഉണ്ണിയേട്ടൻ നക്ഷത്ര വർക്ക് ചെയ്യാണ്. അതോ ഞാൻ അങ്ങോട്ട് പോയി അവിടെ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. ബസ്സിലാണ് പോകുന്നത്. ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ അവിടെ നിന്ന് രാത്രിയാണ് ഞങ്ങൾക്ക് ബസ് ടൈം 9 o'clock ആയിരുന്നു. കൊച്ചിൻ ടു ബാംഗ്ലൂർ അങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് വരുന്നുണ്ടായിരുന്നു. സോ നീളക്കരുവിയാണ് ഗൈസ്, നീളക്കരുവിയൊന്നുമല്ല കേട്ടോ, അത്യാവശ്യം നല്ല വെള്ളം കയറിയിട്ട് പറയുമ്പോൾ എത്ര മഴ പെയ്ത് വെച്ചിട്ടാണ്. അത് 2-3 മഴ അങ്ങനെ പെയ്തിട്ടുള്ളൂ. അപ്പോഴേക്കും നോക്കി എന്തൊരു അവസ്ഥ നോക്കി നോക്കല്ലേ. ഇങ്ങനൊരു 10-18 മഴയൊക്കെ അടുപ്പിച്ച് പെയ്ത് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ ദയനീയമായി പോകും. എന്നാൽ നമ്മളേക്കും പിന്നെ നല്ല മഴ പെയ്തു. അപ്പം എനിക്ക് ഓൾറെഡി ടിക്കറ്റ് എടുത്തത് 6 കേട്ടോ. ദെൻ ഞാൻ എന്താ പറയുക സൈഡ് സീറ്റാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഞാനിങ്ങനെ ആസ്വദിച്ച് പോവാണ്. പണ്ട് കൊച്ചിയിൽ പഠിക്കുന്ന സമയത്ത് എല്ലാ വീക്കും ബസ്സിൽ ഭയങ്കര മൈന്യൂട്ടായിട്ടേ പോയിട്ടുള്ളൂ. എപ്പോഴും ട്രെയിനാണ് പോയിരുന്നത്, എപ്പോഴും എന്ന് വെച്ചാൽ ഇപ്പോഴും. അപ്പോൾ കൂടുതലും ഞാൻ ട്രെയിനിൽ തന്നെ പോകും. അപ്പോൾ ആ ഒരു ഓർമ്മകളൊക്കെ വന്നു. ദെൻ ഇതെൻ്റെ ക്യാമറയാണ്. ദെൻ M200 Canon EOS M200 ഞാനിത് ലീസിന് കൊടുത്തു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ടായിരുന്നു. സോ ഇന്ത്യയിൽ വേറെ കൊടുക്കാൻ മാത്രം വേറെ ഒന്നുമില്ല. സോ അതുകൊണ്ട് എനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. ഞാൻ എന്തൊരു സിറ്റുവേഷൻ വന്നാലും ഞാനിത് കൊടുക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളല്ല. എത്രയൊക്കെ സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്, പക്ഷെ എന്നിട്ടും ഞാനത് കൊടുക്കാൻ ആഗ്രഹിച്ച ആളല്ല. വീഡിയോയിൽ എൻ്റെ കണ്ണ് നന്നായി നിറയുന്നുണ്ട്. എനിക്ക് അത്രയും വിഷമത്തോടു കൂടി കൊടുത്തതാണ്. പക്ഷേ ആ ചേട്ടൻ്റെ ദയുള്ളതുകൊണ്ട് ചേട്ടൻ എനിക്ക് ലീസിന് തരാമെന്ന് പറഞ്ഞു. തന്നെ എനിക്കത് നമ്മൾ മേടിച്ച എമൗണ്ട് തിരിച്ചു കൊടുക്കുമ്പോൾ ആ ചേട്ടനത് തരും. അപ്പോൾ അത് ഭയങ്കര ഒരു സമാധാനം ഉണ്ടായ കാര്യമാണ്. ദെൻ ഞാൻ എവിടെ വന്നിറങ്ങി, സൗത്തിൽ വന്നിറങ്ങി. ദെൻ അവിടുന്ന് മെട്രോ തന്നെ സിസു പിക്ക് ചെയ്തു. സിസു HR വർക്ക് ചെയ്യാണ് കേട്ടോ 24-ൽ. ദെൻ സിസു ചാറ്റ് വിത്ത് കൊളീഗ്സ്, അവർ ഭയങ്കര യമ്മി ടോക്സാണ്. അപ്പോഴും നമ്മളതിൽ ഉൾപ്പെടില്ല. ദെൻ എന്നെ വീഡിയോ എടുക്കല്ലേ സിസു എന്ന് പറഞ്ഞിട്ട് നല്ല ആട്ടാട്ടി. അതാണ് എൻ്റെ മുഖം ഇന്നിരിക്കേണ്ടിരുന്നത്. ദെൻ ഞങ്ങൾ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ പോയി. അവിടെ പോയിട്ട് എന്താ കഴിച്ചത്, കുറച്ച് ഫ്രൈസ് ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ്റെ ഒരു 4 പീസ് സ്പൈസി എന്തോ ഒരു സാധനം. അപ്പോൾ അതിലാകെ 2 പീസ് കഴിക്കാൻ പാടുള്ളൂ, തളച്ചിരിക്കുകയായിരുന്നു. സിസു ഒരു കൊക്കക്കോള പറഞ്ഞു, ഞാൻ ഏതോ ഒരു അവിഞ്ഞ ജ്യൂസ് പറഞ്ഞു. ഒന്നേനും കൊള്ളില്ലായിരുന്നു. ദെൻ അവിടെ നിന്ന് ഞാൻ നക്ഷത്ര പോയി, അതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ എനിക്ക്. നക്ഷത്ര പോയി വരുമ്പോഴേക്കും ടൈമായിരുന്നു. അവിടെ നിന്ന് ഞാൻ ഷോപ്പിൽ പോയി. അവിടെ നിന്ന് ഞാൻ ഉണ്ണിയേട്ടനെ കൂട്ടി ബസ്സിൽ കയറി
പിന്നെ ഒന്നും എടുത്തില്ല. പിന്നെ പിറ്റേ ദിവസം രാവിലെ ബാംഗ്ലൂർ എത്തിയപ്പോഴാണ് ഞങ്ങൾ കണ്ണ് തുറന്നത്. ദെൻ ഏണിയിട്ട് പിടിക്കുന്ന നമ്മുടെ വിമാനത്തെയാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതാണ് ഞങ്ങൾ കിടന്ന ബെഡ് സോക്ക് ബസ്സിലെ. നല്ല രസമായിരുന്നു. ഞങ്ങൾ ഇവിടെ പോകുമ്പോൾ ഗ്രീൻ ലൈൻ ട്രാവൽസിലായിരുന്നു ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ. ഞാനും ഉണ്ണേട്ടനും മാത്രമായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര ടെസ്റ്റുമായിരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ നല്ല കുഴപ്പമില്ലാണ്ട് പെട്ടെന്ന് എത്തി. മീൻസ് രാത്രി പോകാൻ ഏറ്റവും എളുപ്പം. അപ്പോൾ രാത്രി നമ്മൾ ഉറങ്ങുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ബസ്സിൽ നിന്ന് ഇങ്ങനെ ചടക്കില്ല. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ എനിക്ക് ബസ്സായിട്ട് തോന്നി. ദെൻ ബാംഗ്ലൂർ എത്തി. എന്നെ ഇങ്ങനെ സാധാരണ വീഡിയോ എടുത്ത് തരുന്ന ആളൊന്നുമല്ല ഉണ്ണേട്ടൻ. ഇന്ന് എന്ത് പറ്റിയോ ആവുമെന്ന് എനിക്കറിയില്ല. ദെൻ ഞങ്ങൾ ഹെബ്ബാൽ എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പിലാണ് ഇറങ്ങിയത്. ഹെബ്ബാൽ. ദെൻ അവിടെ നിന്ന് ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. അവിടെ എല്ലാവരുടെ ഓട്ടോറിക്ഷയിലും മറ്റേ GPS കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതായത് ഫോൺ വെച്ചിട്ടുണ്ട്. കാരണം അവിടെ സ്ഥലം ഭയങ്കര പ്രശ്നമാണ്. ബാംഗ്ലൂരിലത്തെ ഏറ്റവും പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ദൂരത്തിനല്ല, അവിടെ ടൈമിനാണ് കൂടുതലും വാല്യൂ ഉള്ളത്. ദെൻ ഞങ്ങൾക്കൊരു സ്റ്റുഡിയോ ഫ്ലാറ്റായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ അഡ്വക്കേറ്റ് ശിവറാം എന്ന് പറഞ്ഞ സാറായിരുന്നു ഞങ്ങൾക്കിത് ഏർപ്പാടാക്കി തന്നത്. മൂപ്പര് കോളേജിൻ്റെ കോർഡിനേറ്ററാണ് കേട്ടോ. അപ്പോൾ ഒരു സ്റ്റുഡിയോ ഫ്ലാറ്റായിരുന്നു. ദെൻ അവിടെ പോയി. ദെൻ ഒരു ജസ്റ്റ് അതിൻ്റെ ഒരു ഇത് കാണിക്കുന്നതാണ്. ഒരു ലിവിങ് ഏരിയ, ദെൻ ഒരു ബെഡ്റൂം, ഒരു ബാത്റൂം, ദെൻ ഒരു കിച്ചൺ, ഒരു സ്മോൾ കിച്ചൺ. ദെൻ അതിൻ്റെ പുറത്തൊരു കുഞ്ഞൊരു വർക്ക് ഷെയ്ഡ് പോലത്തെ ഒരു വാഷിംഗ് മെഷീനൊക്കെ വെച്ചിട്ടുള്ള ചെറിയൊരു ഏരിയ. അത്രേ ഉള്ളൂ. നല്ല അത്യാവശ്യം മീൻസ് പിള്ളേരൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ നിൽക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല. നല്ല രസമുണ്ട്. നല്ല വൃത്തിയും വെടുപ്പുള്ളൊരു സ്ഥലമായിരുന്നു. ബാത്റൂം ഉൾപ്പെടെ നല്ല നീറ്റായിട്ട് മൂപ്പരത്ത് മേക്കാൻ നമുക്കൊരു പരിചയമില്ലാത്ത ജീവിതത്തിൽ പോയിട്ടില്ല ബാംഗ്ലൂർ. സോ ഒരു പരിചയമില്ലാത്തൊരു സ്ഥലമായതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ പാനിക്കായിന്ന് മൂപ്പർക്ക് എന്നെ മനസ്സിലായി. കാരണം നമ്മൾ തപ്പില്ല, നമുക്ക് ഭാഷയും പരിചയമില്ല. പിന്നെ ഞാൻ പറയുന്ന ഇംഗ്ലീഷ് അവർക്ക് മനസ്സിലാവുമോ, അവർ പറയുന്ന ഭാഷ എനിക്ക് മനസ്സിലാവുമോ എന്നൊക്കെ ഒരു സംശയമാണല്ലോ. അപ്പോൾ അതിന് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും എനിക്ക് വലിയ ഡീലിങ്സ് ആയിട്ട് വന്നില്ല. കാരണം കോളേജിൽ കോർഡിനേറ്റർ എല്ലാം എനിക്ക് ഏർപ്പാടാക്കി തന്നിരുന്നു. സൂപ്പറായിരുന്നു. ദെൻ ഇതാണ് ചെറിയൊരു വർക്ക് സ്പേസ് പോലെ. അവിടെ നമുക്ക് തുണി തോരയിടാൻ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളതൊന്നും നമുക്കതൊന്നും എടുക്കേണ്ടി വന്നില്ല. ജസ്റ്റ് ഞാനിപ്പോൾ ഒന്ന് വീഡിയോയിൽ കാണിക്കുന്നത് മാത്രം. ഞങ്ങളിവിടെ താമസിച്ച് എന്നുള്ളതിന് കാണിക്കുന്നത് മാത്രം. നമുക്കൊന്ന് റെസ്റ്റ് ചെയ്തൊന്നിരിക്കാൻ പോലും സമയം കിട്ടിയില്ല. കാരണം നമ്മൾ എത്തിയപ്പോൾ തന്നെ അവിടെ 8 മണി കഴിഞ്ഞു. ദെൻ മൂപ്പര് അപ്പം തന്നെ ഒരു 9:30 ആകുമ്പോഴേക്കും തിരിച്ച് വരാമെന്ന് പറഞ്ഞു കൊണ്ടുവരാൻ. അപ്പോഴേക്കും ഞങ്ങൾ വേഗം കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ ഇറങ്ങണം എന്ന് പറഞ്ഞിരുന്നു. സോ അതുകൊണ്ട് ഒരു മിനിറ്റ് പോലും ഇരിക്കാൻ ഗ്യാപ്പ് കിട്ടിയില്ല. ദെൻ ഇത് മൊത്തത്തിൽ ഞങ്ങൾ വീഡിയോ എടുക്കുകയാണ്. നല്ല രസമായിരുന്നു കേട്ടോ. നല്ലൊരു അപ്പാർട്ട്മെൻറ്റ് ആയിരുന്നു. സ്റ്റുഡിയോ ഫ്ലാറ്റ് പോലെ മൊത്തം വെള്ളിയാണ് വീഴുന്നത്. സ്റ്റുഡിയോ ഫ്ലാറ്റ് പോലത്തെ ഒരു സ്ഥലം. ബാത്റൂമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. നല്ലതായിരുന്നു. ദെൻ പിന്നെ എൻ്റെ ഒരുക്കച്ചമയിലാണ്. എനിക്ക് പിന്നെ ഗെറ്റ് റെഡി വിത്ത് മീ ഓൾറെഡി ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ദെൻ അപ്പം ഞാൻ ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. സോ ഒരുങ്ങി ചമഞ്ഞിറങ്ങുവാണ്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ലൈഫിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും എന്തൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മളിങ്ങനെ മുൾമുനയിൽ നിർത്തുന്ന ഒരു സിറ്റുവേഷൻ വന്നാലും നമ്മുടെ എവിടെയെങ്കിലും നമ്മുടെ സന്തോഷത്തെ കണ്ടെത്താൻ ശ്രമിക്കണം. അതല്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും. സത്യമാണോ? തകർന്നു പോകും. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കണം. എന്നാലും ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങുകയാണ്. മൂപ്പരിക്കുള്ളിലേക്ക് എറിഞ്ഞ മുള്ളക്കച്ചയൊക്കെ കെട്ടിയിട്ട് ഇറങ്ങുവാണ് കേട്ടോ മൂപ്പര്. ദെൻ പിന്നെ മൂപ്പര് നല്ല പോലെക്ക് വീഡിയോ എടുത്തു തന്നു. ഞാൻ ഇങ്ങനെ വണ്ടടിച്ച് പോയി. മൂപ്പര് അങ്ങനെ എടുത്തരാനൊരു ടൈപ്പൊന്നും അല്ലായിരുന്നു. എനിക്ക് വീഡിയോ ഒക്കെ കുറേ എടുത്തു തന്നു എനിക്ക്. പിന്നെ കുറച്ചൊക്കെ എൻ്റെ ഷോ ഓഫാണ്. എനിക്ക് നല്ല ഭംഗി തോന്നി എന്നെ ഒന്ന് കാണാൻ. സോ അതുകൊണ്ട് ഞാൻ എടുത്ത. ദെൻ ഞാൻ എനിക്ക് ഇത് കണ്ടപ്പോൾ എന്താ തോന്നുന്നത്, നമ്മുടെ തവള നടക്കൂലേ, ബ്ലക്ക് എനിക്ക് അതേപോലെയാണ് ഫീൽ ചെയ്തത്. ബട്ട് ഇറ്റ് വാസ് ക്യൂട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം ഉണ്ണേട്ടൻ എടുക്കുകയല്ലേ, മീൻസ് ഉണ്ണേട്ടൻ വീഡിയോ എടുക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷമായി കെട്ടുകാരി. ദെൻ ഞങ്ങൾ തൊട്ടപ്പുറത്തുള്ളൊരു അയ്യർ, അതായത് ആ അപ്പാർട്ട്മെൻറ്റ് തൊട്ടടുത്താണ് അയ്യർ ഹോട്ടൽ എന്തോ റെസ്റ്റോറൻറ്റ് സംതിങ്, പേര് ഞാൻ ഓർക്കുന്നില്ല. അവിടെയാണ് പോയി. നല്ല ഫുഡായിരുന്നു. ഞാൻ വിചാരിച്ചു പുതിയ സ്ഥലമാണ്, ബാംഗ്ലൂരാണ്, അവിഞ്ഞ ഫുഡാവുന്നൊക്കെ. പക്ഷേ അല്ല, നല്ല കിട്ടില്ല ഫുഡായിരുന്നു. ഉണ്ണിയുടെ മസാല ദോശ പറഞ്ഞു, ഞാൻ ഉത്തപ്പം പറഞ്ഞു. ഞാൻ 2 ഉത്തപ്പം കഴിച്ചു. ദെൻ അവിടെ നിന്ന് പിന്നെ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാറ് വേറൊരു കോർഡിനേറ്റർ വിട്ടു. ദെൻ അവിടെ നിന്ന് ഞങ്ങൾ പോയി കഴിഞ്ഞിട്ട് ദെൻ ബ്ലോക്ക് എന്ന് വെച്ചാണ്ടല്ലോ അവിടെയാണ് ബ്ലോക്ക്.
എൻ്റെ പൊന്നു മക്കളെ എന്ത് ബ്ലോക്ക് ആച്ചിട്ടാണ്. സോ ഇതാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നിട്ട് എത്ത കോളേജ് ഓഫ് പെർഫോമിംഗ് ആർട്സ്, ബാംഗ്ലൂർ, യലഹങ്ങ. എന്ത് പേര് പറയാൻ കിട്ടില്ല. യെസ്, അതാണ് സ്ഥലം വരുന്നത്. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു പറയും. എനിക്ക് എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഒരു ഡാൻസ് സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. സോ ഷീസ് രൂപ രവീന്ദ്രൻ, ഗുരു രൂപ രവീന്ദ്രൻ. എന്ത് ഭംഗിയാണെന്ന് പറയുക കാണാനായിട്ട്. മുപ്പത്തിയേരെ നമ്മളിങ്ങനെ കണ്ണിങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കും. സൻ മുപ്പത്തിയേരെ എന്നോട് പറഞ്ഞാൽ ഭയങ്കര ബബ്ലിയാണ്, ഭയങ്കര എനർജറ്റിക്കാണ്, ഭയങ്കര ചാടി നിൽക്കുന്നു, ഭയങ്കര ടോക്കറ്റീവാണ്, ഭയങ്കര ജോളിയാണ്. അതൊക്കെ അവരെ പോലെയുള്ള ഒരാളുടെ നിന്ന് കേൾക്കുമ്പോൾ ഇറ്റ് വാസ് സോ എനിക്ക് ഭയങ്കര ഹാപ്പി. ദെൻ ഇത് പൂജയാണ്. നമ്മുടെ ഇവിടെ നമ്മുടെ സാധാരണ നമ്മുടെ നാട്ടിൽ ഒരു ദക്ഷിണ കൊടുക്കുന്ന ഒരു അങ്ങനത്തെ ഒരു ഫേറ്റ് അല്ല അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, കുറേ പൂജയൊക്കെ ഉണ്ട്. നമ്മൾ ഇവിടെ നമ്മൾ 2 വെറ്റില, ദെൻ അടയ്ക്ക, ദെൻ ദക്ഷിണ, അങ്ങനെയല്ല നമ്മൾ കൊടുക്കുക. അവിടെ അങ്ങനെയല്ല. അവിടെ ഒരു സെറ്റ് ഓഫ് കുറച്ച് ഒരു ഐറ്റംസ് വേണം. സ്വീറ്റ്സ് വേണം, ഫ്രൂട്ട്സ് വേണം, ദെൻ ഫ്ലവേഴ്സ് വേണം, കുങ്കുമം വേണം, എണ്ണ, തിരി, കർപ്പൂരം, ചന്ദനത്തിരി, ദെൻ അങ്ങനെ ഫ്രൂട്ട്സിൻ്റെ ഐറ്റംസുകളൊക്കെ അത് ഇന്ന ഫ്രൂട്ട്സുകൾ എന്നൊക്കെ. ദെൻ നാളികേരം വേണം. അത് നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 വെറ്റില, അതിൻ്റെ അടിയിൽ നമ്മൾ ശരിക്കും നമ്മൾ അടയ്ക്ക എങ്ങനെയാണ് കൊടുക്കുക, അടയ്ക്ക ഇങ്ങനെ ഒരു വലിയ ഉണ്ട പോലെ, നമ്മൾ സാധാ ഒറിജിനൽ അടയ്ക്കല്ല അങ്ങനെ തന്നെ കൊടുക്കുക. പക്ഷേ ഇവരങ്ങനെയല്ല. വെറ്റിലയുടെ മുകളിൽ അടയ്ക്ക പൊടിച്ചത്, ചതച്ച പൊടിയല്ല, പക്ഷേ എന്താ പറയുക, കുറച്ച് പീസായിട്ടുള്ള അങ്ങനത്തെ അതായിരുന്നു കൊടുക്കുന്നുണ്ടായിരുന്നത്. ദെൻ അതിൻ്റെ മുകളിൽ നാളികേരം വെച്ച് നമ്മൾ എത്രയാണോ ദക്ഷിണ കൊടുക്കുന്നത് ആ ദക്ഷിണ വെച്ചിട്ട് നമ്മൾ കാല് തൊട്ട് വഴങ്ങി എണീക്കും. അതാണ് ഇവിടുത്തെ ഒരു ചടങ്ങ്. എന്താ പറയുക, ഭയങ്കര ഡിഫറെൻ്റായി തോന്നി എനിക്ക് നല്ല ഇഷ്ടമായി. അങ്ങനത്തെ ഒരു മൊത്തത്തിലൊരു ഇതുണ്ട്. നമ്മൾ കണ്ടു വളർന്ന ഒരു രീതിയിൽ നിന്ന് ഒരു വെറൈറ്റി ഫീൽ ചെയ്തപ്പോൾ മറ്റെന്താ പറയുക, ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. എനിക്ക് നല്ല രസമായി ഇരുന്നത്. മീൻസ് നമ്മൾ എക്സ്റ്റേണൽ നമ്മൾ കാണുന്ന കുറച്ച് കാര്യങ്ങളല്ലേ, എനിക്ക് നമ്മളിങ്ങനെ താലം കൊടുക്കുകയാണ്. ദെൻ അതിൽ നിന്ന് നമുക്ക് സ്വീറ്റ്സ് നമുക്ക് തന്നെ കഴിക്കാൻ തരും. ദെൻ ചുറ്റുമുള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് ആ സ്വീറ്റ്സ് കൊടുക്കാം. ദെൻ ഞാൻ പിന്നെ ഫ്രൂട്ട്സ് അങ്ങനെ കൊടുക്കുകയാണ്. ദെൻ ഇതെന്താ ചെയ്യേണ്ടത് എന്നറിയാത്തതിൻ്റെ ഒരു അന്തം വിട്ട് ഞാൻ കിളി പോയിരിക്കുന്നുണ്ട്. എന്തൊക്കെ എങ്ങനെയൊക്കെ കൊടുക്കേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട്. ദെൻ അവിടുത്തെ നമ്മുടെ നടരാജ വിഗ്രഹം, ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. എന്താ പറയുക, എനിക്ക് ഇന്ത്യയിലെ നടരാജ വിഗ്രഹം ചെറിയൊരു പീസുള്ളൂ. എനിക്ക് വലിയൊരെണ്ണം മേടിക്കണമെന്നുണ്ട്. അത്രയൊന്നും വലുത് മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഞാൻ ചെറിയൊരെണ്ണം മേടിക്കണം. ഇതിൽ പൈസയ്ക്ക് ആവട്ടെ, അപ്പോൾ ഞാൻ മേടിക്കും. ദെൻ ഈ കുട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഭരതനാട്യമല്ല, അതുകൊണ്ട് കഥക്കാണ് കാണുന്നത്. ദെൻ കഥക്കിൻ്റെ നമസ്കാരം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുമായിരുന്നു. ഓക്കെ, ദെൻ ഇത് റെഗുലർ കോഴ്സാണ് BA ഭരതനാട്യം. ദെൻ എന്താ പറയുക, കുറച്ചുകൂടി പ്രൊഫഷണലായി ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര നല്ലതാണ്. ദെൻ എനിക്ക് നല്ല അഭിപ്രായമായിരുന്നു. ഞാൻ തേടി കണ്ടുപിടിച്ചതാണ്. എന്താ ഞാൻ പറയണ്ടേ, എനിക്ക് ഭയങ്കര വണ്ടറടിച്ചെൻ്റെ കിളി പോയിരിക്കുകയാണ്. ഞാനിങ്ങനെ വിചാരിച്ചില്ല. ഷീസ് അർച്ചന, എൻ്റെ പൊന്നെ കിട്ടുക്കാച്ച് ഡാൻസാണ് കേട്ടോ. മീൻസ് ടീച്ചറില്ലാത്ത പക്ഷം 37 ക്ലാസ് എടുക്കുക. നല്ല ഭംഗിയുള്ളൊരു കുട്ടി. അവളുടെ മീൻസ് ഒരു ഡാൻസറുടേതായ കുറച്ചൊരു ഫിറ്റ്നസ് അങ്ങനത്തെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല രീതിക്കുള്ള ഭയങ്കര നല്ല നമുക്കൊരു ഡാൻസൊക്കെ പെർഫെക്ഷൻ അങ്ങനത്തെ ഒരു ഡാൻസ് നമ്മൾ കളിക്കുമ്പോൾ കാണാം. ഞാൻ 2 പറ്റതിൻ്റെയും പിന്നെ പ്രാക്ടീസ് ഇല്ലാത്തതിൻ്റെ ഒക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ട് ആക്ച്വലി എനിക്ക്. ദെൻ അതൊക്കെ ക്ലിയർ ഔട്ട് ചെയ്ത് നല്ല രീതിക്ക് പോകണം. ദെൻ എന്താ പറയുക, മീൻസ് ഒരു ഡാൻസ് കളിക്കുന്ന പോലെയല്ല നമുക്കൊരു അടവ് എന്ന് പറയുമ്പോൾ. ഡാൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓടിച്ചാടി മീൻസ് നമുക്ക് അതിലേക്ക് കണ്ടിന്യൂറ്റി കിട്ടാനായിട്ടുള്ള ഒരു ഒഴുക്ക് പോലെ തോടിപ്പോകും. പക്ഷെ അങ്ങനെയല്ല അടവ് മീൻസ് നമ്മളതിന് നമ്മുടെ പോസ്റ്റർ കറക്റ്റ് ആവണം, നമ്മുടെ അരമണ്ടി ഓർ മുഴുമണ്ടി ഓർ സമം, നമ്മുടെ പാദഭേദങ്ങൾ കറക്റ്റ് ആവണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ദെൻ സ്പീഡ്, 1-ാം കാലം, 2-ാം കാലം, 3-ാം കാലം, 4-ാം കാലം, അങ്ങനെ ഓരോന്നുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ മൊത്തത്തിലൊരു പോസ്റ്റർ ആ ഒരു ഫിറ്റ്നസ് ഭയങ്കര പെർഫെക്റ്റായാൽ മാത്രമേ ഒരു അടവ് നല്ല ക്ലിയർ ആയിട്ട് പോകാൻ പറ്റുള്ളൂ. മീൻസ് അത് ഡാൻസിനെ നല്ല രീതിക്ക് ബാധിക്കും. പക്ഷേ ഡാൻസസ് ഒരു ഒഴുക്കുള്ളതുകൊണ്ട് മീൻസ് നമുക്ക് കുറച്ച് കനമുള്ള ഇപ്പോൾ ജതി, ഈ പദം എക്സ്ട്രാ അതിൻ്റെ ഇടയ്ക്ക് വരുമല്ലോ. അപ്പോൾ അതിൽ ജതി നമുക്ക് പദം വന്നിട്ട് ഇടയ്ക്ക് ജതി കയറുമ്പോൾ അത് കുറച്ച് ടൈം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് അത്രയ്ക്ക് ഇങ്ങോട്ട് ബുദ്ധിമുട്ട് തോന്നില്ല. പക്ഷേ കണ്ടിന്യൂസ് ഇപ്പോൾ ജതിസ്വരം അങ്ങനെയൊക്കെയുള്ളൊരു ഒരു പാട്ട് വരുവാണെന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു പാർട്ട് ഓഫ് സെക്ഷൻ വരികയാണെങ്കിൽ നമ്മൾ ഇച്ചിരി തപ്പും.
ബിക്കോസ് അതിൽ കൂടുതലും അടവുകൾ കൂടുതലും കലർത്തുന്നതാണ്. ദെൻ നമുക്ക് തട്ടടവും നാട്ടടവും ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു. നമുക്ക് ഓൾറെഡി അറിയാവുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ച് നമുക്കത് നോക്കുന്നു. ജസ്റ്റ് ഒന്ന് മൊത്തത്തിലൊന്ന് നോക്കി നമുക്ക് എത്രത്തോളം ഇതിന് ക്വാളിറ്റി ഓഫ് ഡാൻസ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. ദെൻ ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ദെൻ ഞാൻ തൊഴുതിറങ്ങി. എൻ്റെ പെയിൻറ്റ് ഭയങ്കര വൺ ഷോക്കുമായിരുന്നു. ബിക്കോസ് എനിക്കത് മീൻസ് നമ്മൾ മുഴുമണ്ടലൊക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ പറ്റുന്നുണ്ടായിരുന്നില്ല ആക്ച്വലി. പക്ഷേ ഞാനത് മീൻസ് മാനേജ് ചെയ്തു. ഫസ്റ്റ് ടൈം അല്ലേ, അതൊക്കെ മാനേജ് ചെയ്തു. പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു അവസരം കിട്ടി പരമാവധി പ്ലീസ് അത് മുതലെടുക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇതെല്ലാം അവിടെ നിന്ന് പോരാൻ നിൽക്കുന്ന നേരത്തെ 36 വെച്ചിട്ട് ടീച്ചറായിട്ട് കുറച്ച് പോക്കറ്റ് വീഡിയോസൊക്കെ എടുത്തു ഞാൻ. ബാംഗ്ലൂരാണ്. സോ ഞാനിപ്പോൾ പുതിയൊരു ഡാൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഏക്ത കോളേജ് ഓഫ് പെർഫോമിംഗ് ആർട്സ് ബാംഗ്ലൂരാണ്. സോ മാം ആണ് എൻ്റെ ടീച്ചർ വന്നിട്ട്. സോ പിന്നെ ഇവിടെ നിന്ന് ഉണ്ണിയേട്ടൻ്റെ അടുത്ത് ഭയങ്കര സംസാരമായിരുന്നു. ഉണ്ണിയേട്ടൻ മീൻസ് എന്താ പറയുക, എന്തെങ്കിലും ചെയ്തൂടെ, മീൻസ് ഇങ്ങനെ എന്നെ പറ്റിയൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊക്കി അടിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, ഈ പ്രായത്തിൽ ഇങ്ങനെ പഠിക്കാൻ വരുന്നുണ്ടല്ലോ, സോ ഭയങ്കര പ്രൗഡ് ഓഫ് യു എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഞാൻ എയറിലായിരുന്നു ആ സമയത്ത്. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് അർച്ചനയൊക്കെ ആയിട്ട് കുറച്ച് നേരം കത്തിയൊക്കെ അടിച്ചിട്ടാണ് റിട്ടേൺ പോകുന്നത്. ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ വണ്ടിക്കാരായിട്ട് എന്തോ ഒരു കശപിശയായിട്ട് മൂപ്പരുടെ മുഖം ചക്ക വെറുത്തിരിക്കുന്ന പോലെ ഇരിക്കുന്നുണ്ട്. ദെൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ ഞങ്ങളൊരു ഓട്ടോ പിടിച്ച് പോകുന്നു. സെറ്റായി. പിന്നെ ഞങ്ങൾക്ക് ആകെ കിളി പോയൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബസ് 4 o'clock പക്ഷെ ബസ് വന്ന് ഞങ്ങൾ കയറി കഴിഞ്ഞപ്പോൾ 5:30 മണി, 1.5 മണിക്കൂർ ലേറ്റായി. ദെൻ അപ്പോഴേക്ക് ഈ 1.5 മണിക്കൂറിൽ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ വേഗം തൊട്ടപ്പുറത്തൊരു എന്താ പറയുക, മലബാറിൽ കോഴിക്കോടൻ ദം ബിരിയാണിയുടെ ഒരു ഷോപ്പ്, മലയാളികളുടെ ഷോപ്പ്. എന്നോട് പോയി ചെന്ന വഴിക്ക് ഇങ്ങനെ ഒരു മുന്തിരി ജ്യൂസ് എടുത്ത് കഴിച്ചു. എൻ്റെ പൊന്നെ, എനിക്ക് ദാഹിച്ചില്ല, കേളി പോയിരുന്നു. എൻ്റെ നല്ല വെയിലുണ്ടായിരുന്നു ആക്ച്വലി, മഴയൊന്നും പെയ്തിരുന്നില്ല, നല്ല ചൂടായിരുന്നു. എനിക്ക് നന്നായിട്ട് ഹെഡേക്ക് ഉണ്ടായിരുന്നു. ഇതിന് അപ്പോഴേക്കും പിന്നെ ഉണ്ണിയായിട്ട് ബിരിയാണി പറഞ്ഞു. അവിടെ ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചോറുള്ള ബിരിയാണി പറഞ്ഞു. ദെൻ ഞാനിങ്ങനെ ബസ് കാത്ത് ഉറങ്ങുന്ന വീഡിയോ മൂപ്പരെടുത്ത് ദുഷ്മൻ. പക്ഷെ ഞാൻ കാണിച്ചില്ല, എൻ്റെ ഫേസിൽ ഇത് ഞാൻ കാണിച്ചില്ല കേട്ടോ. എൻ്റെ ഫേസിൽ എനിക്ക് ഉറക്കം വന്നിട്ട് നല്ല ഉറക്കം വേണ്ട, കാരണം ഇന്നലെ രാത്രി അങ്ങനെ ഉറങ്ങാൻ പറ്റിയില്ല തലേ ദിവസം. സോ അതാണ്. ദെൻ ഞങ്ങൾ ബസ്സിൽ കയറി. അതിൻ്റെ ഇടയ്ക്ക് ഒരു സേലത്തെത്തിയപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറക്കി. അതിന് ശേഷം പിന്നെ ഞങ്ങൾ നല്ലൊരു ഉറക്കം ഉറങ്ങി. ദെൻ വീണ്ടും ഞങ്ങൾ ബ്ലോക്കിൽ പെടുകയായിരുന്നു. വീണ്ടും ബ്ലോക്കിൽ പെട്ട് പിന്നെ ഞങ്ങൾ കോയമ്പത്തൂർക്ക് എത്തിയപ്പോഴേക്കും ഒന്നുകൂടി സ്റ്റോപ്പായി തോന്നുന്നു. അപ്പോൾ അവിടെ നിന്ന് പിള്ളേർക്ക് എന്തെങ്കിലും മേടിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മോനൊരു ചോക്ലേറ്റ് ബാറും ദെൻ മോൾക്ക് കുറച്ച് അങ്ങനത്തെ കുറച്ച് ഇത് മേടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. സോ ടാറ്റാ.